ക്രിമിനൽ റെക്കോർഡ് ആപ്പിൾ TV പ്ലസിൽ പുതുതായിട്ട് റിലീസ് ആയിട്ടുള്ള ഒരു ക്രൈം ത്രില്ലർ സീരീസ് ആണിത്. പ്രശസ്ത ബ്രിട്ടീഷ് സംവിധായകൻ പോൾ റോഡ്മാൻ ഒരുക്കിയ ഈ സീരീസിനെ കുറിച്ചാണ് ഇന്ന്. ബ്രിട്ടനിലെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഉൾപ്പെടെയുള്ള റേസിസമാണ് സീരീസ് പ്രധാന പ്രമേയമാക്കുന്നത്. അതായത് വെള്ളക്കാർക്ക് കറുത്ത വർഗ്ഗക്കാരോടുള്ള വിവേചനവും വിദ്വേഷവും നിറഞ്ഞ ചിന്താഗതി. പോലീസ് ഹെൽപ്പ് ലൈനിൽ വരുന്ന ഒരു അനോണിമസ് കോള് അത് 12 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കൊലപാതകത്തിലേക്ക് വഴിതെളിക്കുന്നതാണ് സീരീസിന്റെ കഥ. വർണ്ണ വിവേചനത്തിനോടൊപ്പം തന്നെ ഡ്രഗ് അഡിക്ഷൻ, അധികാര ദുർവിനിയോഗം എന്നിവയെ പറ്റിയും സീരീസ് സംസാരിക്കുന്നുണ്ട്. കിഡിലൻ ആക്ടിംഗ് ആണ് ഇതിന്റെ ആദ്യത്തെ പോസിറ്റീവായിട്ട് പറയാനുള്ളത്. ചീഫ് ഇൻസ്പെക്ടറായിട്ട് വരുന്ന പീറ്റർ കബാൾഡിയെ നമ്മുടെ ഡെവിൾസ് അവറിൽ അഭിനയിച്ച കക്ഷിയിൽ പുള്ളി, അതുപോലെ തന്നെ യുവ പോലീസുകാരി ജൂൺ ലങ്കാറായിട്ട് വന്ന കഷ് ജംബോയും മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. സീരീസിൽ അഭിനയിച്ച എല്ലാവരുടെയും പ്രകടനം മികച്ചതായിരുന്നു എന്ന് തന്നെ പറയാം. അവസാനത്തെ ചില ഇമോഷണൽ സീൻസ് ഒക്കെ വളരെ ഇഫക്റ്റീവ് ആയിട്ടും നന്നായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല ക്യാമറ വർക്ക് സീരീസിന്റെ പ്രത്യേകതയാണ്. അതുപോലെ പശ്ചാത്തല സംഗീതവും എഡിറ്റിംഗും എനിക്ക് ഇഷ്ടപ്പെട്ടു. ആദ്യത്തെ ഒരു 3-4 എപ്പിസോഡുകൾ വളരെ ത്രില്ലിംഗ് ആണ്, നമ്മളെ പിടിച്ചിരുത്തുന്നുണ്ട്. നല്ല സ്ലോ പേസ്ഡ് ആണ്, പക്ഷെ നല്ല രീതിയിൽ എൻഗേജിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് സ്ക്രിപ്റ്റിൽ കുറച്ച് പോരായ്മകളൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. ഇപ്പോൾ ഒരാളെ ഇങ്ങനെ നിർബന്ധിച്ച് കുറ്റം അടിച്ചേൽപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, അതെനിക്ക് അത്ര കൺവിൻസിംഗ് ആയിട്ട് തോന്നിയില്ല. എറോൾ മാറ്റിസ് എന്ന ക്യാരക്ടറിനെ അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു, പിന്നെ അയാൾ കുറ്റസമ്മതം നടത്തുന്നു. അതിന് പ്രേരിപ്പിക്കുന്ന ആ ഒരു കാരണമാണ് എനിക്ക് അത്രയ്ക്ക് കൺവിൻസിംഗ് ആകാതെ വന്നത്. ഇതൊരു 6-7 എപ്പിസോഡുകളിലൊക്കെ ആയിട്ടാണ് ഇത് കാണിക്കുന്നത്, പക്ഷെ എനിക്കെന്തോ അത്ര എഫക്റ്റീവ് ആയിട്ട് തോന്നിയില്ല. ഇതൊരു ക്യാരക്ടർ ഡ്രിവൺ സീരീസ് ആണെങ്കിലും ക്യാരക്ടേഴ്സ് എഴുതിയതിൽ ചിലയിടത്തൊക്കെ കുറച്ച് പോരായ്മകൾ എനിക്ക് ഫീൽ ചെയ്തു. നായികയാണെങ്കിൽ ചിലപ്പോഴൊക്കെ വളരെ ഫോക്കസ്ഡ് ആയിട്ട് പെരുമാറും. ചില സമയത്ത് പുള്ളിക്കാരിക്ക് തന്നെ അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. സീനിയർ ഓഫീസേഴ്സ് ഒക്കെ അവരുടെ മുമ്പിൽ പോയി ഇങ്ങനെയെല്ലാം പറഞ്ഞ് ബോധിപ്പിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ ചിലപ്പോൾ നമുക്കിങ്ങനെ ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ചീഫ് ഇൻസ്പെക്ടർ ആണെങ്കിലും പുള്ളിയുടെ നെഗറ്റീവ് ക്യാരക്ടർ ആണോ പോസിറ്റീവ് ക്യാരക്ടർ ആണോ, പോസിറ്റീവ് അല്ല ഒരിക്കലും, എങ്കിലും നമുക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇടയ്ക്ക് ഫീൽ ചെയ്യും. മൊത്തത്തിൽ മേക്കിംഗ് ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നെങ്കിലും സ്ക്രിപ്റ്റ് കുറച്ചുകൂടി നല്ലതാക്കാമായിരുന്നു, കുറച്ചുകൂടി ത്രില്ലിംഗ് ആക്കാമായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. സോ ഒരു പൂർണ്ണ തൃപ്തി തന്നില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ ഇതിന് 3/5 റേറ്റിംഗ് നൽകി വാച്ച് ഇറ്റ് എന്ന് വേർഡിക്റ്റ് നൽകും. ഈ അഭിപ്രായം ആയിരിക്കണം നിങ്ങൾക്കെന്നില്ല, നിങ്ങൾക്ക് ഒരു പക്ഷേ ഇത് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടേക്കാം. ആപ്പിൾ TV പ്ലസിലാണ് ഈ സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. 42 മുതൽ 45 മിനിറ്റ് വരെയുള്ള 8 എപ്പിസോഡുകളാണ് ഈ സീരീസിലുള്ളത്. ജനുവരി 10 മുതൽ ഓരോ ആഴ്ചയായിട്ടും ടെലികാസ്റ്റ് ചെയ്തു വന്ന ഒരു സീരീസ് ആണ്. ഇന്നലെ, അതായത് ഫെബ്രുവരി 21-നാണ് ഇതിന്റെ ലാസ്റ്റ് എപ്പിസോഡ് സംപ്രേഷണം ചെയ്തത്. സോ താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം.